രാജ്യത്തിന് എന്റെ കയ്യിൽ നിന്റെ കയ്യിലാണെങ്കിൽ കിട്ടി നിങ്ങൾക്ക് അയച്ചു. ഞാനിപ്പോ വേണ്ട, നിങ്ങളിപ്പോ ഞാൻ എഴുതിയത് ഈ പച്ച പ്രോപ്പറായി ചത്തുകൊണ്ട് ഞാൻ പേപ്പർ അറ്റാച്ചിന്റെ സ്ഥിതി പറയാം. എനിക്ക് എഴുതാൻ അറിയത്തുന്നില്ലല്ലോ, എനിക്ക് മൊത്തം സമയം വിളിക്കാൻ അറിയത്തുന്നില്ല, എനിക്കും അറിയാ വിളിക്കാൻ. എല്ലാവരും താപ്പും, മനസ്സിലായി, എല്ലാവരും താപ്പും. നമ്മൾ ഒന്നിനും പറ്റാത്തതാണ്. അല്ലെങ്കിൽ പച്ചിട്ടിട്ടില്ല മൊത്തം സമയം ഒന്ന് പച്ചിട്ടിട്ട് കൊണ്ട് ഞാൻ തന്നെയാണ് മതി, അറിയുന്നല്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയാം എനിക്ക് സംഭവം എന്താണ്, നിങ്ങൾ എനിക്ക് അതൊന്നും വേണ്ട. കുടിക്കുമ്പോ എന്തും ആക്കാണ്ട് നമ്മ എന്തോ അല്ലല്ലോ ഞാൻ തന്നെ വാട്ടിക്കുന്നില്ല പറയണല്ലേ അല്ല പുസ്തകം മുന്നോട്ട് അഭിപ്രായം കൊണ്ട് ഞാൻ കുട്ടി എന്താണ് എന്റെ പ്രതികരണം, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് പറഞ്ഞാൽ താങ്കൾ ഇങ്ങനെ ഉണ്ട്, എന്താ ഞങ്ങൾ സരിയാ തപ്പോ നിങ്ങളെ പൊന്നോ ഒന്നോ പിന്നെ കാശോ എനിക്ക് പറഞ്ഞില്ല. നിങ്ങൾ ഈ പറഞ്ഞ് എന്താ ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറഞ്ഞത്, എന്തിനാണ് അത് നിങ്ങൾ പറഞ്ഞത്, ഇതിന്റെ അടിസ്ഥാനം എന്താ? ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മനുഷ്യന്മാരെ കൊണ്ടിട്ടുണ്ടോ? ുള്ള പണിയൊന്നും നിനക്കില്ല. എന്തിനീ പറഞ്ഞാ അറിയണ്ടേ, തെറ്റ് ശരിയാണോ? പറഞ്ഞ തെറ്റെന്ന് ലോകം തന്നെ അറിയൂ. ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് ഞാൻ മാർപ്പാപ്പ തെറ്റിനാ, മുസ്ലിം വിഭാഗത്തിൽ ഒരാളാണ് മാർപ്പാപ്പ. തെറ്റി ദിനെല്ലാം ചെയ്ത മാർപ്പാപ്പനോട് പോയിട്ട് പറഞ്ഞാൽ മതി. അല്ല ഞാൻ ചോദിക്കുന്നേ, കേട്ടിനത്. അപ്പൊ ഞാൻ ഇപ്പൊ എന്നോട് നിങ്ങൾ പറഞ്ഞു താങ്കൾ മാപ്പാക്ക, ഞാൻ മാപ്പാക്കി നല്ല മാപ്പാക്കും. നാം 99 ശിവത്തിലുണ്ട്. ആ ശിവത്തിൽ ഏതെങ്കിലും ഒരു ശിവത്തിൽ നിങ്ങൾക്ക് പുറത്തു തന്നാലേ ചെയ്യൂ, അത്രയല്ലേ ഉള്ളൂ. അല്ല മാപ്പാക്കൊന്നും ഉറപ്പിച്ച അവസ്ഥ ഉണ്ടാകുന്നത് ഇല്ല. അല്ല ചോദിക്കും പറയാം, അങ്ങനെ 99 ശിവത്ത് അള്ളാഹുണ്ട്. ഇതിന് പിന്നെ എന്താണ് 99 കൊന്നിന് അള്ളാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ചരിത്രമാണ്. പക്ഷെ ഇതിപ്പോ ഞാൻ മാപ്പാക്കി വെച്ചാൽ അള്ളാഹു മാപ്പാക്കോ ഇല്ലേ, അതാർക്കും പറയാൻ കഴിയൂല. ചെയ്യോ പറയാ ചെയ്യോ, അത് ഇങ്ങനെ അത് മാപ്പാക്കിയോ ഇല്ലെന്ന് അറിയില്ലെവിടെ. ആ മനസ്സിലായത് അള്ള മാപ്പാക്കിയിട്ടുണ്ട് അല്ലേ, ഇതിനൊന്നും നമുക്കിപ്പോ പറയാൻ കഴിയോ? ആക്കിപ്പത്ത് നന്നാവും. ഈ ആക്കിപ്പത്ത് നന്നാന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടല്ലോ ഇവിടെ. മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിക്കാം, മുസ്ലിമായി ജനിച്ച് ആര് പറഞ്ഞോ മുസ്ലിമായി ജനിച്ച് ആര് പറഞ്ഞോ മൂപ്പരെന്തിനാ പറയണം? മൂപ്പ് എന്തിനകത്ത് പറയണോ? അത് പറയാം എന്തിനാണ്, എന്തിനാ മൂപ്പർ പറയണത്? മൂപ്പർ ലഭ്യാണ് പറയാം, എന്തിനാ മൂപ്പർ പറയണം? കാരണം അവസാനം എന്താന്ന് ആർക്കും പറയാനില്ല. അല്ലെ മൂപ്പർ വരേണ്ട ആവശ്യമില്ലേ? ഞാൻ ഓൾ പെർമിഷൻ അല്ലേ, നബി സ്വർഗത്തിൽ തന്നെ അല്ലേ, എന്തിനാണ് മൂപ്പർ പറയണോ? പറയാം നിങ്ങൾ പറയാം, നിങ്ങൾ പറയും, നിങ്ങൾ പഠിച്ചാണല്ലേ. എനിക്ക് തീരെ വിവരം ഞാൻ കാവ്യാനം കൂടി പറ്റൂല, അങ്ങനത്തെ ഞാൻ. നിങ്ങൾ പഠിച്ചാലുണ്ടോ, നല്ല ഹൈ ലെവൽ പഠിച്ചവരാണല്ലോ. ഇതിലാണ് പഠിച്ചു തന്നെ ഉള്ളവരാണ് നിങ്ങൾ. നിന്റെ ബാറ്ററി പൗഡറുണ്ട്, ബാറ്ററി ചാർജിങ് കൊടുക്കട്ടെ കേക്കില്ലേ? ബാറ്ററി പാടുണ്ട്, നിങ്ങൾ സൗണ്ട് ഇല്ലേ? അല്ല മൊബൈലല്ല, മൊബൈൽ ബാറ്ററി അല്ല, എസ് വിളിക്കണം.
തന്ന പറഞ്ഞിമാരോട് നേരെ പറഞ്ഞു നിങ്ങൾ പോവാ ഇല്ലെങ്കിൽ അതേ ജീപ്പിൽ പോയിട്ട് വരും ഞങ്ങൾ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് മറുപടി കിട്ടും. നിങ്ങളെല്ലാം അല്ല ഞാൻ ഇപ്പൊ മനസ്സിലാവുന്നത് ഇപ്പൊ ഇങ്ങനത്തെ സംഭവം ഇതായി ഞങ്ങൾ ഇത് പത്രിക ഗോഷ്ഠി വിളിച്ച് ഞാൻ വിളിച്ചതല്ല വിളിച്ചത് പത്രിക ഗോഷ്ഠിക്ക് പറഞ്ഞു അത് പോയിട്ട് ഇതായി ഞാൻ മാത്രമല്ല ഞാൻ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഇതായി പറഞ്ഞിട്ടില്ലെന്നല്ല എന്തെങ്കിലും ഇതായിട്ട് തങ്ങളെ ഇതാക്കിട്ടോ തങ്ങളെ ഗൗരവം ഉണ്ട് തോന്നി എന്റെ പൊരന്നും കൂടി തങ്ങളെ തരുന്നുണ്ട് ഇതായി തങ്ങളെ എന്ത് ചെയ്യാൻ തങ്ങളെ അതുകൊണ്ട് ഇതിപ്പോ തങ്ങളെ പേരിട്ടില്ലേ തങ്ങളെ നീതി കിട്ടും കഴിക്കേണ്ട ഇതാക്കേണ്ട തീരുമല്ലാതെ എന്തല്ലെങ്കിൽ അത് പിന്നെ വേറെ ഇങ്ങനെ വേറെ ലൈനിൽ തന്നെ പോകുന്നു ഇതായിട്ട് അപ്പൊ അതുകൊണ്ട് തങ്ങളെ മനസ്സിലായിട്ട് പറഞ്ഞാൽ അല്ല മാത്രല്ല ഒന്നായി തങ്ങളല്ല എന്നുള്ള വാക്ക് തന്നെ ഫലം പറഞ്ഞിട്ടില്ല അത് അത് ഞാൻ പിന്നെ പത്രക്കാരുടെ നേരെ കളവ് പറയോ ഇങ്ങനെ കളവ് പറയോ അത് ഞാൻ നോക്കണ്ടേ നിങ്ങൾ ഇന്നലത്ത് കളയുമ്പോൾ നിങ്ങൾ എല്ലാം കളവെന്ന് തന്നെ പറയുന്ന എനിക്കറിയാം. അത് ഓരോ ആളെ പറയുന്നല്ലോ എല്ലാവരും ഇപ്പൊ പത്രക്കാരും വരുന്നത് നിങ്ങൾ നോക്ക് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ബെസ്റ്റ് നിങ്ങൾക്ക് ചെറിയൊരു വിമാനുണ്ടെങ്കിൽ എനിക്ക് ആരും എന്ത് പറയാം എന്ത് പറയാൻ നിനക്ക് ഈ പത്ര സമ്മേളനത്തിന് ഈ ശൈത്താനും മറ്റൊരു ശൈത്താനും എല്ലാ ശൈത്താനും അവിടെ ഉണ്ട്. എന്നാൽ നിനക്ക് അത്ര കുറച്ചൊരു ഈമാൻ ഉണ്ടെങ്കിൽ നീ അതിനെ എത്തിച്ചിട്ടില്ലേ അർത്ഥം. നിനക്ക് എന്തുകൊണ്ട് അവിടുന്ന് ഗണിച്ചൂടാ? നിനക്ക് നാളെ ഉണ്ടെങ്കിൽ അപ്പൊ നീ അവിടെ അനുകൂലിച്ചില്ലേ? കുറച്ച് ആ കടൂർ ഈമാൻ സൈപ്പിനുണ്ടെങ്കിൽ ഒറ്റന് അങ്ങനെ പറയുമ്പോൾ നീ അനുകൂലിച്ചില്ലേ അപ്പൊ കിട്ടുന്നത്? നീ മുണ്ടല്ല ശരിയാണ്, നീ മുണ്ടേ വേണ്ട. നീ അനുകൂലിച്ചില്ലേ എനിക്ക് കിട്ടുന്നത്? നീ പിന്നെ എന്തിനു നീ നേരത്തേക്ക കള്ളു കുടിച്ചാ പോവാം ഇല്ലല്ലേ? കള്ളൊന്നും കുടിച്ചിട്ടില്ലല്ലോ, കള്ളൊന്നും കുടിച്ചിട്ടില്ലല്ലോ. കുടിച്ചാ കള്ളു കുടിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കള്ളു കുടിച്ചാൽ അതിപ്പോ ഈ വാഴ്ച ഇതിനെ നമുക്ക് നോക്കാതെ ഇല്ല നോക്കാം അതൊന്നും കഴിച്ചില്ലല്ലേ? അല്ല എനിക്ക് വിവരം ഇല്ല. ഞാൻ പോയിട്ട് ഇമാമത്ത് നിർത്താൻ പോയി എന്നെ പറ്റില്ല. അത്ര മോശമാണ് ഞാൻ. നിങ്ങളാകാത്ത മോശമാണ്. ആളുകളിൽ തങ്ങൾക്ക് നമുക്ക് കൂടെ വേണ്ടിയിട്ടാക്കിയ തങ്ങൾ തീരെ മനസ്സില്ല. അവർ മഹാന്മാർ കൂടിയിട്ട് അവരാക്കി അതിനെ വെച്ചിട്ട് അല്ല അതെന്തെങ്കിലും ഞങ്ങൾ താഴ്ന്നറിയോ? ഞാൻ ഇമാമത്ത് പോലും നിർത്താൻ പറ്റാത്തവർ ഞാനാണ്.